കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ചെന്താമരപ്പൂ പോലുള്ള കൈകൊണ്ട്, ചെന്താമരപ്പൂ പോലുള്ള കാലടി, ചെന്താമരപ്പൂ പോലുള്ള വായിൽ വെച്ചുകൊണ്ട് പേരാലിൻ്റെ ഇലയിൽ കിടക്കുന്ന ഉണ്ണിയായ ശ്രീകൃഷ്ണനെ ഞാൻ മനസ്സുകൊണ്ട് സ്മരിക്കുന്നു. തൻ്റെ തപശക്തി കൊണ്ട് ഭഗവാനെ അങ്ങേയറ്റം ആരാധിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ മാർക്കണ്ഡേയ മുനി ഭഗവാനായ നരനാരായണമൂർത്തിയോട് മായ കാണിച്ചു തരണം എന്ന് അപേക്ഷിക്കുകയുണ്ടായി. മറ്റൊരു വരവും വേണ്ടെന്ന്. തൽഫലമായി ഭഗവാൻ യാതൊന്നാണോ ഇല്ലാത്തത് അത് മാർക്കണ്ഡേയ മുനിക്ക് കാണിച്ചു കൊടുത്തതാണ് സന്ദർഭം. ഒരു നാൾ സന്ധ്യാസമയത്ത് പുഷ്പഭദ്ര നദീതീരത്തെ ആശ്രമ പ്രദേശത്ത് ഭയങ്കരമായ കാറ്റടിച്ചു, ഇടിമിന്നൽ, ഗംഭീരമായ വർഷം. മഴയുടെ കാഠിന്യം കൊണ്ട് ഭയങ്കരമായി വെള്ളം പൊങ്ങി. ഭൂമിയും സൂര്യചന്ദ്ര മണ്ഡലങ്ങളും എല്ലാം വെള്ളത്തിനടിയിലായി. എല്ലാ ജീവജാലങ്ങളും മരിച്ചു. താൻ മാത്രം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ശക്തമായ വിശപ്പും ദാഹവും. സമുദ്രത്തിലെ വലിയ മത്സ്യങ്ങൾ തന്നെ കടിക്കുന്നതായി തോന്നി. ഇങ്ങനെ 1000 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അങ്ങ് ദൂരെയായി ഒരു ആൽമരവും ആലിലയിൽ ഒരു മനുഷ്യ ബാലനെയും കണ്ടു. ചിലതെല്ലാം ചോദിക്കണം എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. എന്നാൽ ബാലൻ്റെ ശ്വാസത്തിൽ കൂടി താൻ ബാലൻ്റെ ഉദരത്തിലായി. അവിടെ ഭൂമിയും ലോകവും സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും വൃക്ഷലതാദികളും മൃഗങ്ങളും മനുഷ്യരും തൻ്റെ ആശ്രമവും എല്ലാം അതേപടി കാണപ്പെട്ടു. ശ്വാസവായുവിൽ കൂടി പിന്നീട് പുറത്തേക്ക് തള്ളപ്പെട്ടു. വെളിയിലെത്തിയപ്പോൾ മുൻപുണ്ടായിരുന്ന പ്രളയ ജലം തന്നെ വടവൃക്ഷവും ബാലനും വീണ്ടും ദർശിതമായി. ആ ബാലൻ്റെ പ്രേമത്തോടെയുള്ള നോട്ടം മാർക്കണ്ഡേയനെ ആകർഷിച്ചു. അടുത്തു ചെന്നു. ആ കുട്ടി മറഞ്ഞു. എല്ലാം ഇല്ലാതായി. എല്ലാം പഴയപടി തന്നെ. താൻ ആശ്രമത്തിൽ ഇരിക്കുകയാണ്. ആ ആലില കണ്ണനെ നമുക്കും മനസ്സാ സ്മരിക്കാം. ഇനി അല്പദിവസം ഇടവേളയാണ്. ഒരു വൃന്ദാവന സഞ്ചാരം കഴിഞ്ഞ് വന്ന് തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.